Dear children, Morning, me. how are you? I am fine, thank you. How are you, Miss? I'm fine, thank you. Good morning. Have you had your breakfast? Yes. Yes. Good morning. ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടെ, നല്ല സൗണ്ട് ഉണ്ട്. Good morning, Miss. എന്താണെന്ന് secure ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക് ആൻഡ് പെൻസിൽ. ഏതൊക്കെ വേണം? ടെക്സ്റ്റ് ബുക്ക് വേണം, നോട്ട് ബുക്ക് വേണം, പെൻസിൽ വേണം. നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സില് മായാണ് പഠിച്ചത് അല്ലേ? ഇനിയിപ്പോ നമ്മള് ഇന്ന് എഴുതാൻ പോകുന്നത്, നോട്ട് ബുക്ക് എടുത്ത എല്ലാരും എടുത്തില്ലേ? ഇന്നത്തെ ഡേറ്റ് ഇട്ടേ നെക്സ്റ്റ് പേജിലായിട്ട്. നമ്മൾ ഇത്രയും നാളും എഴുതിയതില്ലേ? ഇന്നലെ പാപ്പമ്മ എഴുതിയില്ലേ? അത് കഴിഞ്ഞിരുന്ന നെക്സ്റ്റ് പേജ് എടുത്തേ. അവിടെ ഇന്ന് അമ്മയുടെ ഡേറ്റ് എഴുതാൻ പറഞ്ഞേ. ഇന്നത്തെ ഡേറ്റ് എത്രയാ? December 2021. Then take your pencil and write after. അത് ഞാൻ കാണിച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങളുടെ പേരൻസ് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ റഫായിട്ട് എഴുതിയെടുക്കോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലായിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ നോക്കിയേ? ഇത് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരാളെ അൺമ്യൂട്ട് ചെയ്യാണ്. വൈഗ പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ പറയുമ്പോൾ മാത്രം പറ്റും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ ഇത്? യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ നിങ്ങൾ തന്നെ എഴുതിക്കോ, അമ്മമാരല്ല, നിങ്ങൾ തന്നെ 2 ലൈൻ കോപ്പിയിൽ എഴുതി തുടങ്ങിക്കോ. ഫസ്റ്റ് റോയില് കുറച്ച് പറയുന്നത് ക്ലിയർ ആണ്. ചേർന്ന് ഭയങ്കര സൗണ്ട് വരുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ വൈഗ? എല്ലാവരോടും കൂടെ ചോദിക്കുന്നേ. യെസ്, ഓക്കെ. ദിസ് ലെറ്റർ വ്യഞ്ജനാക്ഷരങ്ങളാണിത്. നോട്ട് ബുക്കിൽ നിങ്ങൾ ഇതുപോലെ എടുത്ത് എഴുതിക്കോ. എല്ലാവരും ഇതുപോലെ ക, ഖ, ഗ, ഘ, ങ. റൈറ്റ് നൗ. ഇപ്പൊ ഫസ്റ്റ് റോയിൽ കുറച്ച് സ്പേസ് വിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേരൻസ് ഫസ്റ്റ് റോയിൽ ഇവർ ആദ്യം എഴുതുക, അതിനുശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതിന്റെ ഇടയിലൂടെ. അപ്പൊ നമുക്ക് താഴെ എഴുതാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. നിങ്ങളിപ്പോ ഫസ്റ്റ് ക, ഖ, ഗ, ഘ, ങ എഴുതിയേ ഫസ്റ്റ് റോയില്. പറഞ്ഞോണ്ട് എഴുതുക. യെസ്. ഇത് കണ്ടോ? കണ്ടോ? പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ഇടയിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ക, ഖ, ഗ, ഘ, ങ എഴുതിയില്ലേ? ഫസ്റ്റ് റോയിൽ എഴുതി. സെക്കൻഡ് റോയിൽ എഴുതേണ്ടത് ഈ ലെറ്റേഴ്സ് ആണ്. ച, ഛ, ജ, ഛ, ഞ. നമ്മുടെ ബുക്ക് വന്നിട്ടുണ്ടോ? ഇതുപോലെ ഭംഗിയായിട്ട് എഴുതണം. മിസ് എഴുതി അത്ര ഭംഗിയായിട്ടില്ല, നിങ്ങൾ എഴുതുന്ന നല്ല ഭംഗിയാവുന്നുണ്ടോ? നല്ല സ്പേസ് എടുത്ത് എഴുതാം. ഡെൽവിൻ എഴുതുന്നില്ലേ?
രണ്ടാമത്തെ റോയിലുള്ള എഴുതിയോ വൈക? ആ ഓക്കെ, ഞാൻ മോളെ മാത്രമേ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിക്കുന്നു കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട്? ഓക്കെ, ഫസ്റ്റ് റോയിൽ പറഞ്ഞുകൊണ്ട് എഴുതാം കേട്ടോ. സെയിം റൈറ്റ്. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ. മൂന്നാമത് കാണുന്ന ലെറ്റർ, മൂന്നാമത്തെ റോയിൽ എന്താണ്? ട ഠ ഡ ഠ ണ. ഉണ്ടോ? ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ താഴെ താഴെ എഴുതി വരുവാണ്, അതേപോലെ നല്ല ഭംഗിയായിട്ട്. ഉണ്ടോ? അപ്പൊ നമ്മൾ ലൈനൊക്കെ വരച്ചിട്ട് നേരെ താഴെ താഴെ എഴുതും. പിന്നീട് നമ്മൾ ലൈനൊന്നും വരയ്ക്കില്ല, പിന്നെ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾക്ക് അറിയാം, കുറച്ച് സ്പേസ് വിട്ട് എഴുതണം, കൂട്ടി എഴുതരുത്. നല്ല ഭംഗിയായിട്ട് ഓരോന്നിന്റെ താഴെ താഴെയായിട്ട് വരും. ഓരോ ലെറ്റേഴ്സും അതിന് ഓരോന്നിനും ഓരോ പ്രൊനൗൺസ് ഉണ്ട് അല്ലേ? അതുപോലെ ഉച്ചരിച്ച് പറയണം. ട ഠ ഡ ഠ ണ. നമ്മുടെ എഴുതുമ്പോൾ കോപ്പിയിൽ 2 ലൈൻ കോപ്പിയിൽ ഹാഫ് പേജ് വരെ വരുള്ളൂ. ആ ഹാഫ് പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴേക്ക് ഒരു പ്രാവശ്യം കൂടി ലെറ്റേഴ്സ് ഇതുപോലെ എഴുതണം. അപ്പൊ നെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത് ത ഥ ദ ഥ ന. എഴുതിയോ ഇത്? വൈകി എവിടെ എഴുതി? ആ ത ഥ ദ ഥ ന. നെക്സ്റ്റ് റോയിലുള്ളത് പ ഫ ബ ഹ മ. വൈകി പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. വൈകിയും മിണ്ടുന്നില്ലേ ഒന്നും? ചെറുതായിട്ട് പറയുന്നുണ്ട് മിസ്സേ. പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണേ. കാരണം എന്താന്ന് വെച്ചാല് ലെറ്റേഴ്സ് ഐഡന്റിഫിക്കേഷൻ, ലെറ്റേഴ്സിന്റെ ആ പ്രൊനൗൺസിയേഷൻ കിട്ടണവർക്ക്. രണ്ടാമത്തെ ലെറ്റർ ഫ ആണ് കേട്ടോ. ഫ ബ ഹ മ. ആദിഷ് പ്ലീസ് അൺമ്യൂട്ട്. ആദിഷ് എവിടെ വരെ എത്തി? എവിടെ വരെ എത്തി ആദിഷ്? അവിടെ എത്തിയതേ ഉള്ളൂ. ആ വൈക ഫസ്റ്റ്. വെരി ഗുഡ്. വേഗം എഴുതിക്കേ, പറഞ്ഞുകൊണ്ട് എഴുതിയേ. ആദിഷ് പറയുന്ന എനിക്ക് കേൾക്കണം. നമ്മൾ പറഞ്ഞ വായിച്ചു. ചെറുങ്ങനെ ഇവിടെ എഴുതു പൊന്നു. അമ്മ അടിയാൻ തോന്നുന്നു. എഴുത് ആദിഷേ.
പൊന്നുമോനെ മിസ്സേ ഞാൻ വർത്താനം പറയാനാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തന്നെ. കണ്ടോ എഴുതുന്നത് വായിക്കാനാ പറഞ്ഞത്, എഴുതുന്ന ലെറ്റർ വായിച്ചു കേട്ടോ. നിങ്ങൾ എന്താ വായിക്കുന്നത് എനിക്ക് അറിയുന്നില്ലല്ലോ. പറഞ്ഞു പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പഠിച്ചു പോയാൽ ബുദ്ധിമുട്ടില്ലാതെ പോകാം. നിങ്ങൾക്കൊരു കാര്യമുണ്ട്, UKG മാത്രമേ ലെറ്റേഴ്സ് പഠിപ്പിക്കുള്ളൂ. ഫസ്റ്റിലെത്തിയാൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഇല്ല, ലെറ്റേഴ്സ് അല്ല വേർഡ്സ് ആയി. അവിടെ ലെറ്റേഴ്സ് ഒന്നും പഠിപ്പിക്കാൻ നിൽക്കില്ല നമ്മള്. ലെറ്റേഴ്സ് ഇപ്പൊ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആദിശ്യം വേണ്ടതില്ല. നെക്സ്റ്റ് ആരെയും വിളിക്കട്ടെ നോക്കട്ടെ. ആദിശ്രീ ഫിനിഷ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദിശ്രീ എഴുതിയത് എല്ലാം കായാണോ? ആദിശ്രീയുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ലെറ്റർ ഐഡന്റിഫിക്കേഷൻ ഇല്ല. ആദിശ്രീ, നമ്മളിപ്പോ ഇവിടെ എല്ലാരും നോക്കിയേ, നമ്മൾ ഇവിടെ കണ്ടോ ഈ രണ്ടാമത്തെ റോയിലുള്ള ലെറ്റേഴ്സ് കണ്ടോ? നോക്കിയേ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. ഈ രണ്ടാമത്തെ റോയിലുള്ള നോക്ക് കാണുന്നില്ലേ? ഛ കണ്ടോ? ഖ ഛ ഖ ഖ ഫ. ഇവിടെയുള്ള ഈ ലെറ്റേഴ്സ്, ഈ ഇവിടെ വരെയുള്ള ഖ വരെയുള്ള ലെറ്റേഴ്സ് നല്ല ഉറപ്പിൽ പറയണം. നിങ്ങള് നല്ല ഉറപ്പിച്ച് പറയണം. അതിനേക്കാളും ഉറപ്പിച്ച് പറയുന്ന ലെറ്റേഴ്സ് ഈ നാലാമത് വരുന്ന ലെറ്റേഴ്സ് കണ്ടോ ഈ കോളത്തില്? ഖ ഛ ഖ ഖ ഖ. ഈ നാലാമത് വരുന്ന ലെറ്റേഴ്സ് നല്ല ഉറപ്പിച്ച് പറയണം, നല്ല സ്ട്രോങ് ആയിട്ട് പറയണം. ഇത് കണ്ടോ, ഹാർഡ് ലെറ്റേഴ്സ് ആയിട്ട് നല്ല ഉറപ്പിച്ച് പറയേണ്ട ലെറ്റേഴ്സ് ആണ് ഈ നാലാമത്തെ റോയില്. ഇതിൽ കുറച്ചും കൂടെ കടുപ്പിച്ച്, അതായത് ഇത് നല്ലപോലെ കടുപ്പിച്ച് പറയാ, ഇത് കുറച്ച് കടുപ്പിച്ച് പറയാ. ക ഖ ഗ ഖ ങ. ഈ മൂന്നാമത്തെ റോയിലുള്ളത് പാവ ലെറ്റേഴ്സ് ആണ്, നിങ്ങളെ പോലെയുള്ളത് പാവ ലെറ്റേഴ്സ്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി. ഏതാണ്? ഗ ജ ഡ ദ ബ. കണ്ടോ, പാവ ലെറ്റേഴ്സ് അത്. ഇതും ഇതും കുറച്ച് കടുപ്പിച്ച് പറയണം കേട്ടോ. രണ്ടാമത്തെ താഴോട്ടുള്ള ആ റോയിലുള്ളതും നാലാമത് കാണുന്നതും നല്ല കടുപ്പിച്ച് പറയണം നിങ്ങൾ കേട്ടോ. ആദിശ്രീ ആദിശ്രീ നന്നായിട്ട് വായിച്ചു പഠിക്കണം ലെറ്റേഴ്സ്. താ ഒക്കെ പറയുമ്പോ പായൊക്കെ വരുന്നുണ്ട്. ഷാഹൽ എഴുതി വായിച്ചു മോനെ. cha 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 na ta 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 na ta 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 na pa fa ba. ഉറപ്പിച്ച് പറ, കടുപ്പിച്ച് പറ. ഹാ ഹാ ഹാ. ഓക്കെ. ആദിയ ഇപ്പൊ എഴുതിയ ലെറ്റേഴ്സ് വായിച്ച്. അല്ല, ഓരോ ലെറ്റേഴ്സും ഓരോന്ന് പെരുക്കി പെരുക്കി വായിക്കണം ആദ്യം. ഇത് നമുക്ക് അറിയാലോ. അൻവിത Miss finish.
Ga. ഗായ ഗായല്ല മോളെ കായാണ് കേട്ടോ കാ Ka. Ga. Ga. Nga. Cha. Ja. 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 Da. 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 Na. Ta. 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 Na. Pa. Fa. Ba. Ba. Ma. റിയാൻ ഫാത്തിമ തന്നെ വായിക്കുന്നുണ്ട് റിയാൻ വായിക്കട്ടെ അതിനുശേഷം ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഡെൽവിൻ അല്ല ഫാത്തിമ വായിച്ചേ ഫാത്തിമ Da, 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 da. Okay, very good. The next Delvin. Kakang kakanga, caca cacanya, tata datana, tata datana, papa papama. Papa, Fatima Jabir. Delvin good. ടീച്ചർ ഇവളെ എഴുതി കഴിഞ്ഞിട്ടില്ല, എഴുതിയത് ഒരു 100 പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, എഴുതി വായിച്ച് ഫാത്തിമ കുട്ടി വേഗം എഴുതുന്നാല്. അപ്പൊ എവിടെ നോക്കി എഴുതുന്നേ? എവിടെ കാണിച്ചു കൊടുപ്പിക്കണോ? വേണ്ട, എഴുതിക്കോളൂ. അതെയോ, ഓക്കെ. അത് വിട്ട് വിട്ട് എഴുതാ, അത് ഭംഗിയായിട്ട് എഴുതാം. വൈക Caca jacanya, tata datana, tata datana, pa fa ba pa ma. അപ്പോൾ അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ വിട്ടിട്ട്, അവിടെ 2 ഫുൾ ലൈൻ കൊടുക്കുന്നില്ല, അതിന് ഒരു ലൈൻ വിട്ടിട്ട് അതിന് താഴെ നിങ്ങൾ ഹോംവർക്ക് പോയിട്ട് ഒരു പ്രാവശ്യം അവിടെ എഴുതണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് സ്കെയിൽ വെച്ച് വരച്ച് നല്ല ഭംഗിയായിട്ട് താഴെ എഴുതണം. ഓക്കെ, അത് നിങ്ങളുടെ ഹോംവർക്ക് കേട്ടോ. ആദിഷ് പറഞ്ഞു കൊടുക്ക. മിസ് വിളിക്കുന്ന എഴുതി കഴിഞ്ഞാ മാധുരി എഴുതി മിസ്സേ. എവിടെ? ബാക്കി എഴുതാനുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. ഷഹൽ വായിച്ചോ? പിന്നെ എന്റെ ഫസ്റ്റ് വോയിസ് വന്നിട്ടാണ് അൻവിത, ഷഹൽ, ആദിഷ്, ആദ്യ, ശാബിനി, ആദിശ്രീ വായിച്ചില്ലേ? വായിച്ചു. എഴുതും തോമസ്, എഴുതാൻ ഓരോ ലെറ്റേഴ്സ് തൊട്ടോട്ട് വായിക്കേ. Bapa, tata, tata, na. Ta, tata, tata, na. Na. Papa, papa, ba. Ma. ലെറ്റേഴ്സ് ഓരോന്ന് തൊട്ട് വായിക്കണം കേട്ടോ. പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇന്ന് നമ്മൾ എഴുതിയില്ലേ, ഈ ലെറ്റേഴ്സ് എഴുതിയില്ലേ, അതിന്റെ ഇടയ്ക്കുന്ന നിങ്ങള് കൈവിരലോട് തൊട്ടിട്ട് ഈ ലെറ്റർ ഏതാന്ന് കുട്ടിയോട് ചോദിക്കാം. ഞാനിപ്പോ ഇവിടെ ഫാത്തിമ മെഹറിനോട് ഒരു പ്രാവശ്യം ചോദിക്കാണ്. ഫാത്തിമ,
തായല്ല ഡാ this book ഞാ this പ this ഞാ കാത്തുമ്മക്കുട്ടി പിടിക്കുകയാണ്. ഇത് എങ്ങനെ ചോദിക്കണ്ടേ? നിങ്ങള് ബുക്ക് എടുക്കുക, ഫസ്റ്റ് ചോദിക്കുക ദിസ് ലെറ്റർ. ആരാണ്? ന്യൂഹാസ്മിൻ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അവിടെ ശ്രദ്ധിക്കുക. ന്യൂഹാസ്മിൻ ദിസ് ലെറ്റർ Ja, very good. This letter? Nuha? ഏതാണ് ഞാൻ ചോദിച്ചിട്ടല്ലേ? This letter? അയ്യ, അവിടെ പറഞ്ഞു ചോദിക്കാം. This letter? This one? This one? Na, this letter? വെരി ഗുഡ്. ഇങ്ങനെയാണ് നിങ്ങൾ ലെറ്റർ ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് കേട്ടോ. നമ്മളിപ്പം ബോർഡിലാണെങ്കിൽ നമ്മൾ സ്കൂളിലാണെങ്കിൽ ബോർഡിൽ എഴുതിയിട്ട് ഓരോ ലെറ്റേഴ്സും എഴുതിയിട്ട് അതെങ്ങനെയാന്ന് ചോദിക്കും. അതുപോലെ നിങ്ങളെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും കേട്ടോ. അപ്പൊ എവിടുന്ന് കുട്ടി ആ ലെറ്റർ കണ്ടാലും ആ ലെറ്റർ ഇന്നതാണെന്നവർക്ക് മനസ്സിലാവണം. ഓക്കെ, നുഹ എഴുതി വായിച്ചു മോളെ. ഏതായാലും അഡ്മിറ്റ് ആയിട്ടില്ലോട്ടെ. എവിടെ? Where is your notebook? ഇപ്പൊ എഴുതിയത് എനിക്ക് വായിക്കേണ്ടത്. Where is your notebook? നമ്മള് വേറെ വീട്ടിലായില്ല മിസ്, അതുകൊണ്ട് ടെക്സ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വീട്ടിൽ ചെന്നാ നോട്ട്ബുക്കിൽ അത് അതുപോലെ എഴുതിക്കണേ. ഓക്കെ ഓക്കെ, എഴുതിയതൊന്ന് വായിച്ചു കേൾക്കാനായിരുന്നു. വായിച്ചോ? ബാക്കി ഇവിടെ വായിച്ചോ. ഒരക്ഷരം കൂടിയല്ലോ ഇവിടെ. Okay. Bus. Wale ഞാൻ എടുത്തത്. Okay, all of you mark your present chat box. മറന്നു പറയാം. പ്രസന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഇഷാനി. പാ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഏതാണ്? ഇഷാനി, ദിസ് ലെറ്റർ. ഇഷാനി, ലെറ്റർ ഏതാണ്? ഓക്കെ, വായിക്കുമ്പോ പാ തന്നെ വായിച്ച് കേട്ടത് കേട്ടോ. ഉമർ ജാഫർ. ഓക്കെ. നോട്ട്ബുക്കിൽ എഴുതിയാ വായിക്കണ്ട. നോട്ട്ബുക്കിലത്തല്ലേ വായിച്ചിരിക്കോ? ആയിഷ മന.
Okay, okay. Next, Abhinav. Okay, very good. Muhammad Shasir. വായിക്കേ ആയിട്ട് എഴുതി വായിച്ച ലെറ്റർ ഇവിടെ പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഏതാ ജെ മാറ്റു? ടാറ്റ ഡാറ്റ ന. ഓക്കെ. നെക്സ്റ്റ് അൻവിത, അൻവിത വായിച്ചോ? വായിച്ചു. എപ്പോ വായിച്ചു? ഇപ്പൊ വായിച്ചു. മിസ് വായിപ്പിക്കാൻ പറഞ്ഞിട്ടേ. അതെ, ഇനിയിപ്പോ ആരുണ്ടെങ്കിലും ക്ലാസ്സിൽ വായിക്കാത്തവര്? ആദിഷ്. ആദിഷും പിന്നെ വേറെ ആരും എഴുതിയില്ല. ഫാത്തിമ ജാബിർ. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ ആദിഷേ, നീ ആരെല്ലാം എന്ന് എഴുതിയോ? ഞാൻ ഇവിടെ മാ വരെ എഴുതിച്ചുള്ളൂ. അയ്യോ, ഇപ്പൊ ഞാൻ എഴുതാൻ പറഞ്ഞത് ഇപ്പൊ പാ പാ ബ ഭ മാ വരെ എഴുതുക. അതിനുശേഷം അതിന്റെ താഴെയായിട്ട് വീണ്ടും ഈ ലെറ്റേഴ്സ് തന്നെ താഴോട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ഈ ആരെല്ലാം നമുക്ക് നാളെ അടുത്ത ദിവസം അത് എഴുതാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ വ്യഞ്ജനാക്ഷരം കാ മുതൽ മാ വരെ, കാ സേ മാ തക്ക് എന്ന് പറയും. ഇതാണ് കാ മുതൽ മാ വരെ. എഴുതി പഠിച്ചു വരിക നാളത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും. അതുപോലെ ഇപ്പൊ ഒരാളും കൂടി ഉണ്ട് വായിക്കാൻ, ഫാത്തിമ ജാബിർ. നീ എഴുതിയത്
ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത് ഫാത്തിമ? നാളത്തെ കാര്യം എന്താണ്? ഇന്ന് ഇതിന്റെ താഴെയായിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് വീണ്ടും ഇത് തന്നെ എഴുതി പഠിക്കുക. റഫായിട്ട് സ്റ്റേജിൽ എഴുതി പഠിച്ചിട്ട് നാളത്തെ ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് വരും. നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഏതാണ് എഴുതി പഠിക്കാൻ പറഞ്ഞത്? നാളത്തെ ക്ലാസ് ടെസ്റ്റ് ഏതാണ് ഫാത്തിമ? ഏതാണ്? കാ മുതല് മാ വരെയുള്ള ലെറ്റേഴ്സ് അല്ലേ? വ്യഞ്ജനാക്ഷർ കാ സേ മാ തക്ക് പഠോ. എല്ലാം പഠിച്ചിട്ട് വരിക. നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. എങ്ങനെയാ പഠിക്കേണ്ടതെന്നും എഴുതേണ്ടതൊക്കെ മനസ്സിലായില്ലേ? ഓരോ ലെറ്റേഴ്സ് കൈവിരൽ കൊണ്ട് തൊട്ട് തൊട്ട് വായിക്കുക, എഴുതി പഠിക്കാം കേട്ടോ. വേറെന്താണ്? All of you close your notebook. Close your notebook. ഞാൻ അടച്ചു വെച്ചു. വേറെ ഒന്നുമില്ലല്ലോ? പാട്ട് പാടണോ ആർക്കെങ്കിലും? വേണ്ട. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? അൻവിക്ക് പാട്ട് പാടണോ? അൻവിട്ട് എന്താണ്? 2 മിനിറ്റ് Small rabbits, small rabbits, now they stop, make a noise to see them hop, showing tails surround their white, down their horns and out of sight. Miss Doshamu. Very good. Please unmute. Hi, Vaiga. Hi. How are you? I am fine, thank you. How are you? ഇന്നത്തെ ക്ലാസ് പഠിപ്പിച്ച് മനസ്സിലായോ? എങ്ങനെയുണ്ട് നമ്മുടെ ഫാത്തിമ മെഹത്ത്? സൗണ്ട് എങ്ങനെയുണ്ട്? വർത്താനം എങ്ങനെയുണ്ട്? നല്ലതാണല്ലേ? അൻപിത നീ ആദ്യം പേടിച്ചില്ലേ? ഇതാരാന്ന് പേടിച്ചില്ലേ? Okay, bye bye. See you. Bye. Yes. Thank you. Thank you.